വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാൻകേക്സ് ആണ്. ഇത് എഗ്ലെസ് പാൻകേക്സ് ആണ്. ഇത് പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വീറ്റ് ഫ്ലോർ ആണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പഴമാണ് വേണ്ടത്. ഞാൻ ഒരു വലിയ പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 പഴം എടുക്കണം. ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ പഴം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുത്തതാണ്. ഒരുപാട് ചൂടാവരുത്, ചെറുതായിട്ട് ചൂടാക്കി എടുത്തതാണ്. ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴവും പാലും കൂടെ അടിച്ചെടുത്തിട്ടുള്ളത് ഈ ഫ്ലോറൽ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 തുള്ളി പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സിനമൺ പൗഡർ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. മെൽറ്റ് ചെയ്ത ബട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് പാൻകേക്സ് തയ്യാറാക്കി എടുക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പാൻകേക്സ് എല്ലാം തയ്യാറാക്കി എടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇത്രയും തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സിനമൺ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.